നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറക്കരുതെന്ന്. ഞാൻ പോവില്ല. ഞാൻ ഇതൊക്കെ ഒന്ന് ഒരുക്കട്ടെ. നല്ലൊരു ക്രിസ്മസ് അല്ലേ പപ്പ? ഒരു ക്രിസ്മസ് കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കിയുള്ള നീ കയറിപ്പോടിയാത്ത. നിന്നോട് ഞാനാ പറഞ്ഞു കയറി പോകാൻ. കുടുംബത്തിന്റെ അധ്യക്ഷൻ കളഞ്ഞ് കുഴിവെട്ടുകാരുടെ മോന്തോട് ഒളിച്ചോടിയിരിക്കുന്നു. ഞാനും പിള്ളേരും കൂടെ പോയി തിരിച്ച് പിടിച്ചോണ്ട് വന്നതാണെന്ന്. എടാ ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ? മനസ്സിലായി. നീ കേക്കല്ല കേക്കായിരുന്നു. നിങ്ങളെ മോള് വല്ലവൻ്റെ ഒളിച്ചോടി പോയതിന് നിങ്ങളെ മൂത്ത മോൻ എന്നോട് കാവൽ നിർത്തിയിരിക്കുക. അതിന് നിങ്ങൾ എന്റെ മെക്കിട്ട് കയറാൻ പറയുന്നത് കേട്ടാ. വെച്ച് കയറ്റി തരും കേട്ടല്ലേ? യവനെ കൊണ്ട് അച്ഛൻ വരുന്നടാ. ഞാൻ അങ്ങനെയാണ് അച്ഛന്റെ അടുത്ത് പോകാൻ പറയുന്നത്. 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസിന് എന്നെ എന്റെ അമ്മച്ചി ഇട്ടിട്ട് പോയ മനുഷ്യനാണ് അയാൾ. എന്നിട്ട് വന്നിരിക്കണ് മനുഷ്യനാണ്. അഭിനയം നിർത്തടാ. എടാ ഇടവകയിൽ അച്ഛൻ വന്നെന്നാ ഞാൻ പറഞ്ഞത്. നീ നമ്മുടെ മത്തായി രണ്ടെണ്ണം അടിച്ച് ചെറുതായിട്ടൊന്ന് മത്തായി. അതല്ല, ലോനപ്പന്റെ മകൻ മത്തായി. അത് തന്നെ എന്നാണ് എന്റെ വിശ്വാസം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. നിന്റെ അപ്പൻ എന്നോടൊരു പരാതി പറഞ്ഞു. നീ കുടുംബമായിട്ടൊരു ഉത്തരവാദിത്വമില്ല, വഴിപിഴച്ച ജീവിതമാണെന്ന് പറയുന്നു കേട്ടു. നീ വിശുദ്ധ പ്രമാണം വരെ കൊണ്ട് നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നത് കേട്ടു. നഷ്ടപ്പെടുത്തിയോടാ? 2 ദിവസം സാധാരണ ബാങ്കിൽ വെച്ചിട്ടുണ്ട്. നാളെ എടുക്കും. എന്ത് എന്റെ പ്രമാണമല്ല? എടാ, വിശുദ്ധ പ്രമാണം എന്ന് പറഞ്ഞാൽ ബൈബിൾ. ഓ, ബൈബിൾ. ബൈബിളിനെ കുറിച്ച് എനിക്ക് ഒരുപാട് അറിയാം. ബൈബിളിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? 15-ാമത്തെ വയസ്സിൽ പച്ച വെള്ളം പോലെ അരച്ച് കലക്കി കുടിച്ചവനല്ലേ. ബൈബിൾ എടുത്തോണ്ടോ? ഞാൻ ഇവനോട് ബൈബിളിൽ ഒരു ചോദ്യം ചോദിക്കാം. ആ ബൈബിളാണ് അരച്ച് കലക്കി കുടിച്ചത്. ബൈബിളില്ല. ഞാൻ ബൈബിളിൽ നിന്നോടൊരു ചോദ്യം ചോദിക്കാൻ അതിന് ഉത്തരം പറയണം. ആദാമിന് എത്ര മക്കളുണ്ട്? 3. എടാ, ആദാമിന് 2 മക്കളെ ഉള്ളൂ. ഒന്ന് കായേലും ഒന്ന് ഹാബേലും. അപ്പൊ അബു ഏതബു? ആദാമിന്റെ മകൻ അബു. എടാ, അത് സലീംകുമാറിനോട് എന്നോടാണ് ചോദിക്കുന്നത്. സലീംകുമാറിന്റെ പടത്തിലെ കാര്യം കറിയപ്പ പിരിഞ്ഞു വന്ന് ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളൊക്കെ വല്ലതൊക്കെ തരുന്നുണ്ടോ? ഇപ്പൊ മൂത്തവൻ അമേരിക്കയിലല്ലേ, അവ ഒന്നും തരാറില്ലെന്ന്. പിന്നെ ഇളയവൻ അവന് ഇടയ്ക്കിടയ്ക്ക് തരണമെന്നുണ്ട്. ഞാൻ കൊള്ളാതെ അങ്ങ് ഒഴിഞ്ഞു മാറി. എന്റെ മകനുണ്ടല്ലോ ജാക്സൺ, അവനാണെങ്കിൽ പാട്ടും കൂത്തൊന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. അവൻ ഈ ഇടവകയുടെ ഒരു പൊതു ശല്യമാണ് കേട്ടോ. അവന് റാപ്പിനോട് മാത്രമാണ്. അച്ഛൻ അവനൊന്ന് ഉപദേശിക്കണം. വിളിക്ക്. ഇതൊക്കെ ആണെങ്കിലും അച്ഛൻ എന്റെ കുഞ്ഞിന് ഇന്ന് വരെ ഇടവകയിൽ പാടാൻ ഒരു അവസരം കൊടുത്തിട്ടില്ല. കറിയാപ്പാപ്പൻ അങ്ങനെ മാത്രം പറയരുത്. എന്താണ്? കഴിഞ്ഞ വർഷം ദുഃഖ വെള്ളിയാഴ്ചക്ക് ഇവന് പീഡാനുഭവത്തിന് കർത്താവിന്റെ പാട്ട് പാടാൻ ഞാൻ അവസരം കൊടുത്തു. ഇവൻ എന്താ പാടിയെന്നൊന്ന് ചോദിച്ചു. പാടിക്കാണോ മക്കളെ? അതൊന്ന് പാടിക്കേ. യേശുവിനെ യൂതന്മാർ കുനകുന കുനകുന കുത്തി. 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 കുനകുന കുത്തി ഏ കുനകുന കുത്തി. കുനകുന കുത്തി ഏ കുനുകുന കുത്തി ഏ കുനുകുന കുത്തി. കുനുകുന കുത്തി ഏ. ഇവൻ പാടി തീരുകയും ഇടവകയിലെ ഒരു സംഘം ആൾക്കാർ പിച്ചാത്തിയായിട്ട് എന്നെ കുനുകുനെ കുത്താനായിട്ട്. ഇവന്റെ ഈ പാട്ടോടെ കേൾപ്പോ എനിക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല. കറിയപ്പ കഴിക്കാൻ എന്തെങ്കിലും പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവുക. പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവുക. മോനെ എത്ര നാളെ അച്ചായൻ അതല്ല, ഞാൻ അച്ചായ. ഇത് ഞാൻ ഒന്ന് പെട്ടിയാ. അച്ചായ ഈ പെട്ടി ഞാൻ പൊട്ടിക്കട്ടാ. എടാ, ഇതൊന്ന് പിടിച്ചെടുക്കടാ. ഇതിനകത്ത സാധനം. അടിപൊളി. മൈക്കിൾ, അതൊന്നും ഇവിടെ എടുക്കാനുള്ളതല്ല. അതെന്റെ വീട്ടുകാർക്ക് കൊടുക്കാനുള്ള. എന്റെ അങ്കിളിന് കൊടുക്കണം. പിന്നെ മറ്റേതേ ശല്യപ്പെടുത്താതെ അങ്കിളിന് കൊടുക്കണം. ശല്യപ്പെടുത്താതെ മൈക്കിൾ. എടി ഞാൻ പറഞ്ഞോട്ടെ. ആദ്യം 2 പ്രാവശ്യം ശല്യം ചെയ്തില്ലേ? അതിന്റെ സോറി പറയാൻ വന്നതാ. മൈക്കിൾ
അമേരിക്കയിലാണേലും നാട്ടിലാണേലും നിങ്ങൾ കഴുത തന്നെ. അതൊക്കെ പോട്ടെ, എന്റെ അപ്പച്ചനെ നീ നന്നായിട്ട് നോക്കുന്നുണ്ടോ? അപ്പത്തിന് ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട് ആണോ? സമയാസമയം മരുന്നും ആഹാരവും എല്ലാം ഞാൻ കൊടുക്കുന്നു. പക്ഷെ മരുന്ന് കഴിക്കുന്നില്ല അച്ഛാ. മരുന്ന് കഴിക്കണല്ലേ? മരുന്ന് കഴിക്കുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ ഉദാഹരണത്തിന് ഇങ്ങനെ മറ്റേ സാധനം ഇവിടെ സംഭവം ഓക്കെ ഓക്കെ. ഞാന് നമ്മുടെ അപ്പച്ചന് മരുന്ന് എങ്ങനെയാണെന്നറിയാം കൊടുക്കുന്നത്. എന്റെ ഇവിടെ അടിച്ച ഒരു ഒഴിഞ്ഞ കുപ്പി ഉണ്ടായിരുന്നു. ആ കുപ്പിയിൽ മരുന്ന് ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്ത് എന്നിട്ട് അപ്പച്ചന്റെ മുമ്പ് കൊണ്ട് കാണിച്ചിട്ട് അപ്പച്ചന്റെ പറഞ്ഞു, അപ്പച്ച നോക്കിയാണ്. അപ്പച്ചൻ പറഞ്ഞു എന്താണ്? ഞാൻ എന്താറിയാമോ അങ്ങ് കുടിക്കും. എന്നിട്ട് അപ്പച്ചന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പച്ചൻ കുടിക്കൂല, നിർബന്ധിച്ച് കുടിക്കും. അങ്ങനെ അപ്പച്ചന് വീണ്ടും പറ്റിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും എടുത്ത് അടിച്ച് വീണ്ടും അപ്പച്ചന് മരുന്ന് കൊടുക്കണ്ടേ? അപ്പച്ചൻ കൊടുക്കും. അപ്പച്ചൻ കുടിക്കൂല, അങ്ങനെ ഉച്ച. അയ്യോ അതെ, ഞാൻ ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും അവക്ക് കൊടുക്കാതെ കുടിക്കൂല. കാരണന്മാർക്ക് കൊടുക്കാതെ നമ്മൾ കുടിക്കാൻ പാടില്ല. എന്റെ കർത്താവേ, എല്ലാവരും ഇങ്ങ് വന്നേ. അതെ അച്ഛാ, ക്രിസ്മസ് പ്രമാണിച്ച് ഒരു ബാഡ് ന്യൂസ് പറയാനുണ്ട്. ആരും വിഷമിക്കരുത്. ഇല്ല, ഞാനത് പറയാൻ പോവാണ്. മനസ്സ് വിഷമിക്കരുത്. ഇല്ല അച്ഛാ, പറ. കപ്പ തീർന്നു നമ്മൾ വന്നിട്ട് അപ്പ തീർന്നു. നോക്ക് പോലും കാണാൻ പറ്റില്ലോ നമുക്ക്. നമ്മുടെ അപ്പം മരിച്ചുപോയി. അപ്പം മരിച്ചുപോയി. എന്റെ അപ്പൻ എന്നെ വിട്ടുപോയേ, എന്റെ അപ്പൻ എന്നെ വിട്ടുപോയേ, എന്റെ അപ്പൻ എന്നെ വിട്ടുപോയേ, എന്റെ അപ്പൻ എന്നെ വിട്ടുപോയി. എനിക്കിനി ആരുണ്ട്, എനിക്കിനി ആരുണ്ട്, എനിക്കിനി ആരുണ്ട്? എന്നെ വിട്ടുപോയില്ലേ, എന്റെ അപ്പൻ എന്നെ വിട്ടുപോയില്ല, എന്റെ അപ്പൻ എന്നെ വിട്ടുപോയില്ല. നിങ്ങളുടെ പപ്പ തീർന്നു പോയെന്നല്ല ഞാൻ പറഞ്ഞത്, കപ്പ തീർന്നു പോയെന്ന്. നാട്ടിൽ വന്നിട്ട് കപ്പ പുഴുക്ക് തിന്നാൻ വേണ്ടിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ കപ്പ മൊത്തം തീർന്നു പോയി. ഉണക്കമീനും കപ്പ എനിക്ക് തരാവുന്നതിന് കപ്പ തീർന്നെന്ന്. എനിക്ക് മൈക്കിൾ വന്നോടാ. മൈക്കോ? മൈക്കിളല്ല, ഫ്ലൈറ്റിലാണ്. മൈക്കിൾ വന്നോന്ന്. അതാപ്പാ ഞാൻ വന്നപ്പാ. ഈ ആകെ വെളുത്ത് സുന്ദര കുട്ടനായല്ലോ. അവിടുത്തെ കാലാവസ്ഥ എങ്ങനെ മക്കളെ? എന്നാ പറ്റാ? അമേരിക്കയിലൊക്കെ ക്രിസ്മസ് ഒക്കെ ഉണ്ടാടാ. എന്റെ അപ്പച്ച ഇവിടെ വല്ല ക്രിസ്മസ് ആണോ? അമേരിക്കയിലെ ക്രിസ്മസ് ആണ് ക്രിസ്മസ്. അടിച്ചുപൊളി, അടിപൊളിയാ. അവിടെ സ്റ്റാർ ഒക്കെ ഇടൂടാ മക്കളെ. അപ്പച്ച അവിടത്തെ സ്റ്റാർ ഞാനല്ല, എന്റെ മേളിലൊരു സ്റ്റാർ ഇല്ല. വേറെ സ്റ്റാർ ഇല്ല. ഈ സ്റ്റാർ ഞാനൊക്കെ കത്തിച്ച് കെട്ടി തൂക്കും. കത്തിച്ച് കെട്ടി തൂക്കണേ കൊള്ളാം, ബൾബടിച്ച് പൊട്ടിക്കരുത്. മക്കളെ, നമ്മുടെ ഇവിടുത്തെ പോലെ ക്രിസ്മസിന് അവിടെ മത്സരങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അവിടെ ഭയങ്കര മത്സരം. അവിടെ ഏറ്റവും കൂടുതൽ മത്സരം ക്യാരംസ് കളിയാണ്. ക്യാരംസിൽ ഞാനാണ് വിന്നർ. കുഴി ചാടിക്കാൻ അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ഇവിടെ കഴിഞ്ഞു മറ്റൊരാളില്ല. നിങ്ങളുടെ പെൺപിള്ളയുടെ പേരെന്നാ? ജെഫ്രി. അല്ലാതെ റെഫറി ഒന്നും അല്ലല്ലോ. വിസിലടിക്കുമ്പോ തന്നെ നിങ്ങളുടെ അവിടെ പുറകെ നടക്കാൻ വേണ്ടി നാളല്ലോ മനുഷ്യ. ആവശ്യമില്ല അവനോട്ട് വഴക്കൂടാതെ കാര്യം നിനക്കറിയോ? അവിടെ ഇവൻ ഭയങ്കര റേപ്പാണ്. ആവശ്യത്തിന് കാര്യം പറഞ്ഞു. കാരണവര് എന്നെ പിന്നെ അകത്തേക്ക് വിട്ടല്ലോ. എന്റെ പിള്ളേർക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ കല്യാണം വരെ മുടങ്ങി പോകും. ഈ സൈസ് പരിപാടി നീ അവന്റെ പാട്ട് കേട്ടിട്ടില്ല? ഇല്ല. മൈക്കിളൊന്ന് പാടാ. ഇത്ര നാളായിട്ട് ഞാൻ പറഞ്ഞു അമേരിക്കയിലേക്ക് എനിക്കൊരു വിസ അറേഞ്ച് ചെയ്തിട്ട് ഞാൻ അവിടെ ഒന്ന് വരട്ടെന്ന്. ആ ചിക്കാഗോ നഗരത്തിലൂടെ ആ ന്യൂയോർക്കിലൂടെ തെരുവികളാണെന്നൊന്ന് പാടാൻ വേണ്ടി നല്ലൊരു സാധനം. ആ പെന്റഗൺ തകർന്നതിന്റെ വിഷമം ഇതുവരെ മാറിയിട്ടില്ല. നീ ഇനി ആ വിഷമം ഉണ്ടാക്കാൻ പോകുന്നു. അവിടെ ചെന്ന് ഞാൻ ഒന്നും പാടില്ല. ഞാൻ എവിടെയും പോകാം. നിങ്ങൾക്കൊന്നും ഒരു ശല്യം അകത്ത് പോയി മിണ്ടാതിരിക്കും. സമയം ഞാൻ പറയാം. അപ്പച്ച പിന്നെ ഞാൻ ഇവന് കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്നുണ്ട്. ഇവൻ എങ്ങനെയുണ്ട് ഇവിടുത്തെ പെർഫോമൻസ്? ഇവൻ ഒരു കാര്യം എന്നെ ചെയ്യാൻ സമ്മതിക്കുകയല്ല. ഇല്ലല്ലേ? എല്ലാം അവൻ തന്നെ അങ്ങ് ചെയ്യും. ആണല്ലേ? കൃത്യമായിട്ടും മരുന്നും കാര്യങ്ങളും കഴിക്കുന്നുണ്ടല്ലോ. ഒരു ബുദ്ധിമുട്ട് ഞാൻ വരുത്തുന്നു. ആണല്ലോ. അപ്പത്തിന്റെ കൊളസ്ട്രോൾ ഒക്കെ എങ്ങനെയാ? കൊളസ്ട്രോള് 430. കൊളസ്ട്രോൾ 430? ഡോക്ടർ പറഞ്ഞ് രാവിലെ എണീറ്റൊന്ന് ഓടണം. എന്നിട്ട് ഓടുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് ഓടുന്നില്ലേ? അതന്നെ അപ്പച്ച ഓടാത്തെ. എന്റെ പൊന്നു മക്കളെ, അപ്പച്ചന്റെ ഈ 2 മുട്ടും കണ്ട ഇതൊക്കെ വെച്ചോണ്ട് അപ്പച്ചന് ഓടാൻ പറ്റൂലെന്ന്. കാലിന് വേദന നിനക്കറിയാൻ
ഓടാൻ പാടില്ലേ ആ. അപ്പച്ചന് പറ്റില്ലെങ്കിൽ നീ ഓടണം കാലത്ത് കഴിഞ്ഞിട്ട് നീ ഓടണം എന്നിട്ട് റിസൾട്ട് ഉണ്ടെന്ന് എന്നെ കാണിക്കണം ആണ് ആ ശരി ഞാൻ നാളെ മുതൽ ഓടാം ആ, നാളെ പോലെ ഓടണം ഓട്. 2 3 4 5 6 7 ആ ശാന്താക്ലോസ് അവിടെ നിന്നേ ഇവിടെ നിന്നേ എന്നാടാ എന്താ അയ്യോ അപ്പച്ചാ ദേ ഇത് ആരാ നോക്കിയേ നമ്മുടെ പെങ്ങള് ശോശന ഇത് ശോശനയാണെങ്കിൽ ഇത് കുഴിവെട്ടുകാരന്റെ മോൻ സോളമനായിരിക്കും നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ നമ്മൾ ഉപദ്രവിക്കുന്ന പാപമാണ് തെറ്റ്. എന്നാ സംഭവം ആ, നീ ഇങ്ങനെ പാട്ടും പാടി ഇങ്ങനെ തോട്ടിയും വെച്ചോണ്ട് നടന്നു എന്നാ? എടാ നമ്മുടെ പെങ്ങളെ നമ്മൾ തട്ടിക്കൊണ്ടു പോകാൻ നോക്കിയിരുന്നു ആരാ എടീ. അന്ന് കണ്ടവനോടൊപ്പം എന്റെ പെങ്ങൾ ഒളിച്ചോടി എന്റെ കുടുംബത്തെ മുഖത്തവൾ കരിവാരി തേച്ചിട്ട് ദേ പോകുന്നു അമ്മേ 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 ഏ അമ്മേ 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 ആയെന്ന് പിളർന്ന് പിടിച്ച ഈ തീർത്ഥാടകൻ അകത്തേക്ക് ഈ മേലിൽ ഈ ഞാൻ അമേരിക്ക തിരിച്ചു പോണവരെ പാടിയാ കറിയപ്പാപ്പ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. കറിയപ്പാപ്പന്റെ മകൻ അമേരിക്കയിലാണ്. ആ, അമേരിക്കയിലാ, ഞാൻ അമേരിക്കയിലാ. പറഞ്ഞോട്ടെ മൈക്കിലെ ഒരു മകൻ അമേരിക്കയിലെ ഒരു മകനോട് പാട്ടും പാടി തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു. അതെ. നോക്കാൻ നിർത്തിയിരിക്കുന്ന ഒരു ജോലിക്കാരാണ്. ഒരു ഉത്തരവാദിത്വം 24 മണിക്കൂർ വെള്ളമടിച്ച് നടക്കുന്നു. കറിയപ്പാപ്പനെ വീട്ടിൽ സംരക്ഷിക്കാനും നോക്കാനും ഒരു കുട്ടി വേണ്ടേ? വെള്ള സമയത്ത് ഒരു കുട്ടി വേണ്ടേ? വേണം അപ്പോൾ ഒരു കാര്യം ചെയ്യ്, ഇവരുടെ വിവാഹം നടത്തി കൊടുക്കും. കറിയപ്പാപ്പനെ വയസ്സുകാർക്ക് നോക്കാൻ ആളായില്ലേ? നിനക്ക് ശോശന്റെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ഓക്കെ, ശോശന്റെ അയ്യോ എന്റെ ഉള്ളിയുടെ കളഞ്ഞുപോയി. എങ്കിലൊരു കാര്യം ചെയ്യാം, വരുന്ന ന്യൂ ഇയറിന് ഇവരുടെ വിവാഹം നമുക്ക് മംഗളകരമായിട്ട് അങ്ങ് നടത്തി കൊടുക്കാം. നടക്കില്ല ന്യൂ ഇയറിന് നടക്കില്ല. ജനുവരി 1-ന് നടത്താം. ഒന്നിനും നടക്കില്ല. അതെന്ത്? അന്ന് ബിബ്രവരി 2-ാം തീയതി നടത്താം. ഒന്നിനാണേലും രണ്ടിനാണേലും എന്റെ റാപ്പ് ഉണ്ടാവും, അത് ഉറപ്പ്. എന്റെ ജാക്സ, നിന്റെ റാപ്പ് വേണ്ട. ഇവിടെ ആ കരോള് തന്നെ ഒന്നുകൂടെ ഒന്ന് പോയാൽ മതി. എന്ത് കുളിർമയത്.